ഹലോ, ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു കട്ട്ലേറ്റാണ്. സാധാരണ ഉണ്ടാക്കുന്ന കട്ട്ലേറ്റിൽ നിന്നും മാറി നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കാം. അപ്പോൾ അധികം പറയുന്നില്ല, ഞാൻ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടിയും ക്ലിക്ക് ചെയ്യുക. ആദ്യം തന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ റെഡിയാക്കി വെക്കാനുണ്ട്. ഇതിപ്പോൾ ചിക്കൻ്റെ ഹാഫ് ബ്രസ്റ്റ് പീസ് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിച്ചതിന് ശേഷം ചെറുങ്ങനെ ഇതേപോലെ നുള്ളി ഇട്ട് വെച്ചതാണ്. ഇനി രണ്ടാമത് വേണ്ടത് 3 ഉരുളക്കിഴങ്ങ്, 3 ഉരുളക്കിഴങ്ങ്, ഒരു വലിയ ഉരുളക്കിഴങ്ങ്, 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങും അതേപോലെ തന്നെ ഞാൻ മഞ്ഞളും വെള്ളം ഒഴിച്ച് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാഷ് ചെയ്തെടുക്കണം. ഞാനിവിടെ മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ടിയൊന്നും ഇല്ലാണ്ട് നമ്മൾ മാഷ് ചെയ്തെടുക്കണം. പിന്നെ ഇത് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ്. ബ്രെഡ് ക്രംസും നമ്മൾ റെഡിയാക്കി വെക്കുക. പിന്നെ ഇത് നിങ്ങൾ എന്തായാലും എടുത്ത് വെക്കേണ്ട ഒരു വെള്ളമാണ്. നമ്മൾ നേരത്തെ ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ. ചിക്കൻ വെന്തതിന് ശേഷം അതിൽ കുറച്ച് കുക്കറിൽ വെള്ളം ബാക്കിയുണ്ടാവും. ആ ബാക്കിയുള്ള വെള്ളം കുറച്ച് ഒരു 1/4 ഗ്ലാസ് മാറ്റി വെക്കുക. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ഈ ഒരു പാനിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു വലിയ സവാള, ഒരു ഹാൻഡ് ഫുള്ള് മല്ലിയില, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, ക്യാപ്സിക്കം, കറിവേപ്പില ഇത്രയും അരിഞ്ഞു വെക്കുക. ഇതിൻ്റെ അളവ് ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്യുമ്പോൾ പറയാം. ഇതിലിപ്പോൾ ഞാനൊരു 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം, ഒരു മീഡിയം സൈസ് ഇഞ്ചിയും 2 പച്ചമുളകും കൂടി ചതച്ചെടുത്തതാണിത്. ഇത് നമുക്ക് ഇതിലിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളക് ഞാൻ ചതച്ചെടുത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ പച്ചമുളക് കടിക്കാൻ കിട്ടുന്നതിലും കുറച്ചും കൂടി നമുക്ക് തിന്നാനൊരു സുഖം ഉണ്ടാവുക ഇതേപോലെ ചതച്ചെടുത്താലാണ്. എരിവും ഉണ്ടാവും, എന്നാൽ പിന്നെ അത് കടിച്ചും പോവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയും കുറച്ചും നിങ്ങൾക്ക് എടുക്കാം. ഞാൻ 2 പച്ചമുളക് മാത്രമാണ് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ കൂടെ ചതച്ചെടുത്തത്. ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഞാനൊരു വലിയ സവാള ചെറുതായി അരിഞ്ഞതും ഒരു കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. സവാളയും കൂടി നല്ലവണ്ണം സോഫ്റ്റ് ആക്കി എടുക്കുക. പിന്നെ കറിവേപ്പിലക്കൊന്നും അങ്ങനെ അളവൊന്നുമില്ല, കൂടുതലിട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കറിവേപ്പില ഇടുക. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി സോഫ്റ്റായി വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ചിക്കൻ്റെ വെള്ളം, ചിക്കൻ സ്റ്റോക്ക് എന്ന് വേണമെങ്കിൽ പറയും, നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റ് തരും ഈ ചിക്കൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചാൽ. ഞാൻ അധികം സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ ഇത് പറയാറുണ്ട്. അപ്പോൾ ആ ഒരു വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യുക. ഇതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇട്ട് കൊടുക്കേണ്ടത് ഗരം മസാല പൊടിയാണ്. അതൊരു 1/2 ടീസ്പൂണ് ഗരം മസാല പൊടി ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐക്കാർഡിലും കൊടുക്കുക. നിങ്ങൾ എന്തായാലും അത് റെഡിയാക്കി നോക്കുക. സ്നാക്സിനെല്ലാം അത് ഇട്ടാൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. ആ ഒരു ഗരം മസാല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും കണ്ടു നോക്കുക. ഇനി ഈ പൊടികളുടെ എല്ലാം പച്ചമണം ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും പിന്നെ ഒരു ഹാൻഡ് ഫുള്ള് മല്ലിയിലയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് പുതിനയിലുണ്ട്, കുറച്ച് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതും കൂടി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അത് പിന്നെ ക്യാപ്സിക്കം നല്ലോണം വേവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഈ മസാല മാറ്റി വെക്കാം. പിന്നെ നിങ്ങൾക്ക് ഉപ്പിട്ടിട്ടില്ലേ എന്നുള്ളൊരു ഡൗട്ട് വരും. ഈ ഒരു സമയത്ത് നിങ്ങൾ ഉപ്പില്ല എന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇടാണ്ടുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ചിക്കൻ വേവിച്ച വെള്ളത്തിൽ ഓൾറെഡി ഉപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വീണ്ടും ഇനി നമ്മൾ ഉപ്പിട്ടാൽ ഉപ്പ് കൂടിപ്പോവും. അപ്പോൾ നിങ്ങൾ വേവിച്ച വെള്ളം ഒഴിച്ചിട്ട് ചിക്കനിൽ മസാലയിൽ ഉപ്പില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സമയത്ത് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല കംപ്ലീറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോയും കംപ്ലീറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടി നല്ലവണ്ണം കൈ കൊണ്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂണോളം, 4-5 ടേബിൾ സ്പൂണോളം നമുക്ക് ബ്രെഡ് ക്രംസ് കൂടി ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. അതൊന്ന് ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ബീറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമ്മുടെ എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. നമുക്ക് ഇത് ഞാൻ കുറച്ച് മയോണൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതും ഞാൻ ഉണ്ടാക്കിയതാണ്. അതിൻ്റെതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം. ഗാർലിക് മയോണൈസ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മയോണൈസാണ്. അത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ മാവിൽ പിന്നെ നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മസാല ഇതേപോലെ കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കുക. അതിനുശേഷം ഒരു 1/2 ടീസ്പൂണ് മയോണൈസ് ഇതിൻ്റെ മിഡിലിൽ വെച്ചതിന് ശേഷം മെല്ലെ ഇതേപോലെ ഒന്ന്
ചെയ്തെടുക്കുക. അതായത് അതിനെ ഒന്ന് നെടുവിലാക്കി എടുക്കുക. അതിനുശേഷം വീണ്ടും നമുക്ക് ഈ ഒരു മസാലയിൽ നിന്ന് കുറച്ച് അതിൻ്റെ മേലെ വെച്ച് കവർ ചെയ്യുക. അതായത് മയോണൈസ് കംപ്ലീറ്റ് ഉള്ളിൽ നിൽക്കുന്ന രീതിയിലൊന്ന് കവർ ചെയ്തിട്ട് ജസ്റ്റ് കൈ കൊണ്ട് അമർത്താൻ പാടില്ല. അമർത്തിയാൽ മയോണൈസ് പുറത്തേക്ക് വരും. ഇതേപോലെ മെല്ലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം എല്ലാം അതേപോലെ തന്നെ നമ്മുടെ മസാല എടുത്ത് സാധാ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ, പക്ഷേ ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ ഗാർലിക് മയോണൈസ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലിട്ടതിന് ശേഷം ഇങ്ങനെ കവർ ചെയ്ത് എടുത്ത് മാറ്റി വെക്കും. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതേപോലെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ റെഡിയാക്കിയതെല്ലാം നമ്മൾ ആദ്യം മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് ഒന്ന് റോൾ ചെയ്യുക. ഇതിനി ബാക്കിയെല്ലാം നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന സെയിം പ്രോസസ്സ് തന്നെ. തയ്യാറാക്കി വെച്ചിരിക്കുന്ന എല്ലാം മുട്ടയിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ നല്ലോണം റോൾ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്ത് കൊണ്ടുവരാം. കംപ്ലീറ്റ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഇവിടെ ചൂടാക്കാൻ വെച്ചിരുന്നു. ഓയിൽ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കട്ട്ലേറ്റ്സ് എല്ലാം ഇട്ട് കൊടുക്കുക. അതിനുശേഷം മെല്ലെ ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അധികം നേരം ഇട്ട് വെക്കാൻ പാടില്ല. അപ്പോൾ ഈവൺ ആയിട്ടുള്ള കളറിൽ നമുക്ക് കിട്ടൂല. ഇതിപ്പോൾ എല്ലാം വെന്തതാണല്ലോ. ജസ്റ്റ് ബ്രെഡ് ക്രംസിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയാൽ മാത്രം മതി, വേറൊന്നും വേണ്ട. ചൂടുള്ള ഓയിലേക്ക് ഇട്ടിട്ട് മെല്ലെ ഇതേപോലെ ഒന്ന് തിരിച്ചിട്ടിട്ട് എടുക്കുക. പൊട്ടിപ്പോവാണ്ട് ശ്രദ്ധിക്കണം. ഈ ഒരു ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അതേപോലെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുഴുവനും ഫ്രൈ ചെയ്ത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ മയോ കട്ട്ലേറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ട്ലേറ്റാണിത്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ മയോണൈസ് വെച്ചിട്ടുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ മയോണൈസിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്, ഗരം മസാലയുടെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. അത് രണ്ടും കണ്ടു നോക്കുക. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഈ ഒരു കട്ട്ലേറ്റ് റെഡിയാക്കി എടുക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കട്ട്ലേറ്റ് ഇഷ്ടപ്പെടും. ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഇതിനുണ്ടാകുക. എല്ലാവരും തീർച്ചയായും ഇത് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ കമൻറ്റ് അറിയിക്കുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ. അപ്പോൾ ഇനി അടുത്തൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.